നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ ആഘോഷങ്ങളിലാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ തന്നെയും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് യുഎഇയിലെ അധികൃതർ. യുഎഇയുടെ വിവിധ മേഖലകളിൽ ദൂരക്കാഴ്ച കുറച്ച് പൊടിക്കാറ്റ് ഉള്ളതായി റിപ്പോർട്ട്. ചിലയിടങ്ങളിൽ ദൂരക്കാഴ്ച 2000 മീറ്ററിൽ താഴെയായി മാറിയിട്ടുണ്ട്. ഇന്നലെ പൊതുവെ ചൂട് കുറവായിരുന്നു. 32 തുടങ്ങി 35 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ശരാശരി താപനില എന്നത്. ഇന്നും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. അബുദാബി, അൽദഫ്ര, മദീനത്ത് സായിദ്, അൽ ഐൻ, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാൽനട യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പൊടിക്കാറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നുണ്ട്. ആസ്മ, അലർജിയുള്ളവർ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ പ്രത്യേക അറിയിപ്പും ലഭിച്ചു. മണൽത്തരികൾ ശ്വാസനാളത്തിലെത്തിയാൽ തന്നെ ആസ്മയുള്ളവരുടെ രോഗം കൂടുന്നതായിരിക്കും. പൊടിപടലങ്ങൾ കണ്ണിനും കടുത്ത ആഘാതമുണ്ടാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം ചികിത്സ നടത്താതെ വൈദ്യസഹായം തേടണം. പുറത്തിറങ്ങുമ്പോൾ ശരീരം മറയ്ക്കുന്ന കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. എത്ര അടച്ചിട്ടാലും വീടിനുള്ളിൽ പൊടിപടലങ്ങൾ കയറുമെന്നതിനാൽ തന്നെ പൊടി പിടിക്കാൻ സാധ്യതയുള്ള കളിപ്പാട്ടങ്ങളും മറ്റും കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയെന്ന്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുമെന്നും പ്രദേശങ്ങളിൽ ദൃശ്യപരത 2000 മീറ്ററിൽ താഴെയായി കുറയുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ദുബായിലും അബുദാബിയിലും താപനില കഴിഞ്ഞ ദിവസം 24 ഡിഗ്രി സെൽഷ്യസ് ആയി താഴാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇന്നും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.